ഷാംപൂ ഇൻഡസ്ട്രിയുടെ 70% ഡോമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫാമിലിയാണ് സാഷെ റവല്യൂഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 70കളിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഷാംപൂ എന്ന് പറഞ്ഞ ആവശ്യങ്ങളിൽ ഒന്നാണല്ലേ. എന്നാൽ ആ ഒരു കാലത്ത് അതൊക്കെ ഒരു ലക്ഷറി തന്നെയായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ കടലൂർ എന്ന ഡിസ്ട്രിക്റ്റിൽ ചിന്നകൃഷ്ണൻ എന്ന വ്യക്തി പണക്കാരുടെ ഈ ലക്ഷറി എല്ലാവരിലേക്കും അഫോർഡബിൾ ആയിട്ട് എത്തിക്കണം എന്നൊരു സ്വപ്നം കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം സാഷെ നിർമ്മിക്കുന്നത്. അപ്പോൾ 48-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 2 ലക്ഷം രൂപയുടെ ലോൺ കാരണം അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെടും എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പം ആ ഒരു സമയത്ത് മൂത്ത മകനായ രാജകുമാർ വെൽവെറ്റ് എന്നൊരു ബ്രാൻഡ് തുടങ്ങി. എന്താണ് സാഷെ റവല്യൂഷൻ അങ്ങ് തുടങ്ങി. അപ്പോൾ വെൽവെറ്റ് ഒരു കാറ്റഗറി നെയിമായിട്ട് മാറി. അപ്പോൾ ആളുകൾ സാഷയ്ക്ക് പകരം വെൽവെറ്റ് എന്ന് ചോദിക്കാനായിട്ട് പിന്നീട് തുടങ്ങി. എന്നാൽ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ രംഗനാഥൻ അദ്ദേഹത്തിന് ഷെയർ വിട്ടുകൊടുത്തു. എന്നിട്ട് വെറും 15,000 രൂപ സേവിങ്സ് കൊണ്ട് ചിക്ക് തുടങ്ങി. അപ്പൊ അന്ന് 5 MT സാഷെ തിരിച്ചു കൊടുത്താൽ ഒരു ഫ്രീ ചിക്ക് സാഷെ കിട്ടും. ഇന്നിപ്പം 384 കോടിയിലധികം നെറ്റ്വർത്തോടെ ചിക്കിന്റെ പാരന്റ് കമ്പനിയായ കെവിൻ കെയർ 43-ലധികം രാജ്യങ്ങളിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ അടുത്ത് നിങ്ങൾക്ക് ഏത് സ്റ്റോറി കേൾക്കാനാണ് താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം.